11ാം സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തങ്ങളുടെ 4ാമത് പോരാട്ടത്തിൽ വ്യാഴാഴ്ച ഒഡീഷ എഫ്സിയെ നേരിടാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സീസണിൽ ശരാശരി തുടക്കമാണ് മഞ്ഞപ്പടയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനിടെ ഇപ്പോൾ ഇത് ക്ലബിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അഭിക് ചാറ്റർജിയെ നിയമിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ക്ലബിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരാധകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ഉൾപ്പെടെ ഫീൽഡിന് പുറത്തുമുള്ള മികച്ച പ്രകടനം ഉറപ്പാക്കുന്നതിനുള്ള ക്ലബിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പുതിയ നിയമനം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഫത്തേഹ് ഹൈദരാബാദ് AFC, ഒഡീഷ FC എന്നീ ക്ലബ്ബുകളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തോടെയാണ് അഭിക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. കൂടാതെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ ലീഗ് കേരളയിൽ ലീഗ് ആൻഡ് ടെക്നിക്കൽ ഓപ്പറേഷൻസിന്റെയും മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. അഭികിന്റെ വിജയകരമായ നേതൃപാഠവും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അതിയായ താല്പര്യവും KBFCയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2020-21 സീസൺ മുതൽ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നിഖിൽ P. നിമ്മഗദ്ദ ഇപ്പോൾ ദൈനംദിന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുകയാണ്. ഒക്ടോബർ 3-ന് അഭിക് ചുമതലയേറ്റു. ക്ലബിന്റെ ഫുട്ബോൾ, വാണിജ്യ പ്രകടന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനാണ് സപ്പോർട്ടിംഗ് ഡയറക്ടറുമായും മാനേജ്മെന്റ് ടീമുമായും അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുക. അഭിക്കിന്റെ നിയമനം ക്ലബിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കാനുള്ള ഞങ്ങളുടെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണ്. വിവിധ നേതൃപരമായ പദവികളിൽ മേൽനോട്ടം വഹിച്ച അദ്ദേഹം വർഷങ്ങളുടെ പ്രൊഫഷണൽ അനുഭവ സമ്പത്തോടെയാണ് ക്ലബിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ കഴിവുകളിൽ എനിക്ക് അഗാധമായ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ ക്ലബ് കൂടുതൽ ഉയരത്തിലെത്തുമെന്നതിൽ സംശയമില്ല. ടീമിലേക്ക് സ്വാഗതം എന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഴുവൻ സമയ ഡയറക്ടർ നിഖിൽ B. നിമ്മഗദ്ദ പറഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് നിഖിലിനോടും മറ്റ് ക്ലബ് ബോർഡ് അംഗങ്ങളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ആ വിശ്വാസം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ മുഴുവൻ പ്രയത്നവും സമർപ്പിക്കും. മറ്റാർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിൽ ഏറ്റവും മികച്ച വിജയം തന്നെ ക്ലബിന് കൈവരിക്കാനാകണം. അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന എല്ലാ ആരാധകർക്കും ആ സന്തോഷവും അഭിമാനവും നൽകുന്നതിനായി ഞങ്ങൾ കഠിന പരിശ്രമം തന്നെ ചെയ്യും എന്ന് അഭിക് ചാറ്റർജി പറഞ്ഞു. അതേസമയം നിലവിൽ ISL പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 3 കളികളിൽ 4 പോയിന്റാണ് ടീമിന്റെ സമ്പാദ്യം. ഒരു ജയവും ഒരു സമനിലയും ഒരു തോൽവിയുമാണ് ടീമിന്റെ സമ്പാദ്യം. ഒഡീഷയ്ക്കെതിരായ 4ാം മത്സരം ജയിച്ചാൽ ടീമിന് പോയിന്റ് പട്ടികയിൽ 3ാമതെത്താം. അതേസമയം ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലൂണ മുഴുവൻ സമയവും കളിക്കളത്തിൽ ഉണ്ടാകുമോ അതോ ബെഞ്ചിലിരുന്ന് അവസാന മിനിറ്റുകളിൽ മാത്രമാണോ ഇറങ്ങുക എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മാത്രവുമല്ല, നോഹ സദൌവി, ജെസ്യൂസ് ജെമിനസ് എന്നിവർക്കൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ ആക്രമണം നയിച്ച രാഹുൽ KPയെ പുറത്തിരുത്തി പകരം മറ്റൊരു മലയാളി താരമായ മുഹമ്മദ് ഐമനെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറക്കാനാണ് സാധ്യത.